റിസ്ക് ആണ്. ഹിമാലയം പോകും അവന്മാര് പോയി. നീ എവിടെ എന്താടാ ഗേറ്റിന്റെ താക്കോലല്ലടാ. വാ പോവാം, താക്കോലൊക്കെ ഉണ്ട്. കൊണ്ട് വാ പോവാം. ഇതാ എന്റെ ഉണ്ട്. വാ ഫേസ് ഒന്ന് ടെൻഷനായി. വാ ഗൈസ്, അപ്പോൾ പോകാം. ഗൈസ്, അപ്പോൾ ക്ലാസ്സിലെത്തി. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ് എന്താണെന്ന് നോക്കട്ടെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ചെറിയൊരു ചലഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പുറകെ നിൽക്കുന്ന സാറാണ് ലിവിൻ സാർ. ഓക്കെ, ലിവിൻ സാർ ഒരു ചലഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചെറിയ എല്ലാവരും പരിചയപ്പെടുമായിരുന്നു. അപ്പോൾ അതിലൊരു ചലഞ്ച് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു വ്ളോഗ് എടുക്കാൻ. ഇതാണ് എൻ്റെ ക്ലാസ് റൂം. അപ്പോൾ ഒരു ഹായ് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം ഗൈസ്. അപ്പോൾ ആ സ്റ്റേജ് ഫിയർ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഏതല്ലേ ക്ലാസ് ഇരുന്ന് വ്ളോഗ് എടുക്കണം, സീൻ തന്നെയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വണ്ടി കൊണ്ടുവന്നുകൊണ്ട് വണ്ടി ആയിട്ട് പോകാം. സെറ്റാ അല്ലേ ബേസിലെ? അത് അൺഎക്സ്പെക്റ്റഡ് അല്ലായിരുന്നോ? അത് ശരിക്കും പ്രതീക്ഷിച്ചായിരുന്നോ? അത് പോട്ടെ, അത് എടാ ഞാൻ നിന്റെ ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അശ്യം പിണങ്ങി. ബിരിയാണി 100 rupees ബിരിയാണി ഗൈസ്. 2 കിലോ കൊണ്ടടിക്കുന്ന ബേസിലുണ്ടോ? ആദ്യം ഡെഡിക്കേഷൻ. ബേസിലെ നിനക്ക് ബുധനാഴ്ച വീട്ടിൽ പോണോ? പോണം. എന്തേ, അത്യാവശ്യമാണോ? വ്യാഴാഴ്ച ഒറ്റ വസ്തു വേണ്ടി എന്തിനാ പോകുന്നത്? അതും സ്കൂളിന്നൊക്കെ കോളേജിൽ ലീവ് എടുത്തിട്ട് പോയിട്ട് വരാൻ പെട്ടെന്ന്. എടാ നിനക്ക് എന്നാ ഭാഗ്യാടാ, ബുധനാഴ്ച ലീവാന്നൊക്കെ പറയുന്നത്. ലീവാ ശരിക്കും? ഓ സുഖമായല്ലോ. ഇത്യാദി ഭാഗ്യം കഴിയും. കുറച്ചു പറഞ്ഞോളൂ എങ്ങനെ മിസ്സിനെ വിളിച്ച് പറയും ലീവ് എടുക്കുമെന്നൊക്കെ. കറക്റ്റ് ആയിട്ട് കിട്ടി ലീവ്. ബുധനാഴ്ച പോയിട്ട് വരാല്ലേ? ഒറ്റ ദിവസം വേണ്ടി പോണോ? നമുക്ക് ബിരിയാണി വെച്ചാലോ അവിടെ? അത് പോയിട്ട് വന്നിട്ട് വെക്കാലോ. എങ്ങനെയാലും വെക്കാം. ആദ്യം ഭാഗ്യം. ഇവിടെ ഞങ്ങൾ ക്ലീനിങ്, ഞങ്ങളല്ല ബേസിൽ ക്ലീനിങ്ങിനായിരുന്നു. ബേസിലെല്ലാം സെറ്റാക്കി കത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഞാനോർത്ത് ബേസിൽ എന്തോ നമ്മളെ കാണാതെ ഓർഡർ ചെയ്താണ്. ഇനിയിപ്പം ഞാനിവിടെ വെക്കുന്നോണ്ട് ഇവൻ പറയാത്താണോന്ന് അറിയത്തില്ല. ഗൈസ്, ബേസിൽ നമ്മൾ വെക്കുന്നോണ്ടാന്ന് തോന്നുന്നു പറഞ്ഞു കേട്ടോ ഉള്ളിനെ. പിന്നെ വരാൻ എന്താ പറയുന്നു തോന്നുന്നു. ബേസിലെ തൂക്കി പുള്ളി എന്താ പറഞ്ഞേ? ഉള്ളി എന്താ കോൺഫിഡൻസ് വന്നത്. പോട്ട ബേസിലെ നമ്മളെ കാണാതെ നമ്മൾ കഞ്ഞി വെക്കാൻ പോവാണ്. അരി കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഗൈസ്, നമ്മൾ ഇവിടുത്തെ ബർണറിൽ നിന്ന് ഈ ബർണറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചെറുതായിരുന്നു, ഇത് വലിയ ബർണറാണ്. അപ്പോൾ പെട്ടെന്ന് കത്തട്ടെ. അടച്ചു വെച്ചേക്കുവാണ്. 3 വിസിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ആക്കാം. ഗൈസ്, 3 വിസിലായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കാം എന്താ അവസ്ഥയെന്ന്. ഗൈസ്, ചൂടുവെള്ളം വെക്കാൻ പോകണം. തിളപ്പിച്ച വെള്ളം കുടിക്കാൻ. ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ. നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട്, കാണിച്ചു തരാം. കുറച്ച് വെള്ളം കൂടി പോയെന്നറിയില്ല, പക്ഷെ സെറ്റാണ്. ഓവറായില്ല.
ഈ പ്ലേറ്റ് എടുത്തോ. കഞ്ഞി റെഡി. കൊഴുവ, ചമ്മന്തിപ്പൊടി, പിന്നെ അച്ചാർ. ശരിക്കും എന്തോരം വിളമ്പിയാലാ മനുഷ്യൻ മടുത്തു. ഇത് എത്ര ഇട്ടു? അപ്പം കഴിക്കട്ടെ. ഈ അച്ചാർ എടുത്തല്ല.